ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയുടെയും അഭിയുടെയും മുറിയിൽ കയറി പെട്ട് നിൽക്കുകയാണ് അപർണയ്ക്കാണെങ്കിലോ ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇനി എല്ലാവരും വരുമ്പോൾ എല്ലാവരുടെയും മുന്നിലിട്ട് നാണം കിടേണ്ടി വരുമല്ലോ, എന്തൊരു കഷ്ടമാണ് ഇതെന്നൊക്കെ. നിരഞ്ജന ആരാ പൊന്നുമോള്? നിരഞ്ജന നല്ല പണിയാണ് കൊടുത്തത്. ഈശ്വരാന്നും പറഞ്ഞ് വെട്ടി വേർത്ത് നമ്മുടെ അപർണ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരെയായിട്ട് വിളിച്ചു വരുത്തി നമ്മുടെ നിരഞ്ജന. പെട്ടെന്ന് തന്നെ ജാനകിയും അഭിയും കൂടെ വന്നപ്പോൾ ജാനകിയോട് അഭി പറഞ്ഞു, വിവരങ്ങളെല്ലാം പറഞ്ഞു അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ. എന്നാലും അവൾ എന്തിനായിരിക്കും നമ്മുടെ മുറിയിൽ കയറിയതെന്നുള്ള കാര്യം ഇങ്ങനെ ജാനകി അഭിയോട് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ സംശയം എന്താ, നമ്മുടെ മുറി പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ കയറിയിരിക്കുന്നത്. നമ്മുടെ മുറിയിലെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ തമ്പിയുടെ ഫോട്ടോ കൊണ്ടുവന്നത് അവൾ കണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കയറിയതെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അഭി ഇങ്ങനെ പറയാം. എന്തായാലും നിരഞ്ജന കൃത്യസമയത്ത് വേണ്ടതുപോലെ തന്നെ ഇടപെട്ടത് കൊണ്ട് ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലെന്നും അപർണയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടി ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ വീട്ടിലേക്ക് പോകാം. ആ സമയത്ത് തന്നെ അമലിനെയും വിളിച്ചു. അമൽ ഓഫീസ് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അമലും പറഞ്ഞു. അങ്ങനെ അമൽ വീട്ടിലേക്ക് വന്നു, അജയ് വീട്ടിലേക്ക് വന്നു, അഭിയും ജാനകിയും വീട്ടിലേക്ക് വന്നു. ഇവരെല്ലാവരും വരുന്നത് നോക്കി നമ്മുടെ നിരഞ്ജന ഞങ്ങളുടെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇവളാണെങ്കിൽ അകത്ത് കിടന്ന് വീണ്ടും ഇങ്ങനെ കൊട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ദൈവമേ, രാത്രി ആയാലോ, ഞാനിനി എന്നാ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്ത് അഭി ജാനകി ഇവർ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. തുറന്നു വിടാൻ വേണ്ടിയിട്ട് ഇവർ തുടങ്ങുമ്പോഴത്തേക്കും നിരഞ്ജന പറഞ്ഞു, നിൽക്കുക അങ്ങനെ പെട്ടെന്ന് കയറി തുറന്നു വിടല്ലേ അഭിയേട്ടാ, അമലിനെയും അതുപോലെ അജയൊക്കെ വിളിച്ചുകൊണ്ട് വരാം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അമലിനെ പോയി വിളിച്ചുകൊണ്ട് വരും, അമലിനോട് ഇങ്ങനെ വരാൻ പറഞ്ഞിട്ട് അമലിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അമലും അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് അജയും പിന്നാലെ വന്നു. അജയെ പിന്നെ നിരഞ്ജന മൈൻഡ് ചെയ്യുന്നില്ല, എന്നാലും ഒരാളായിട്ട് അങ്ങ് നിൽക്കട്ടെ എന്ന് കരുതി അജയും കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അഭി ചെന്ന് വാതിൽ തുറക്കുക. അപ്പോഴും നമ്മുടെ അമലിനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഈ സമയത്ത് അഭി ചെന്ന് വാതിൽ തുറന്നപ്പോൾ ദേ കിടക്കണു ചട്ടിയും കലവും നിലത്ത്. എന്താ ആ ചേച്ചി അതിനകത്ത് നിന്ന് ഇറങ്ങി വരുമോ നമ്മുടെ അപർണ. ഇറങ്ങി വരുമ്പോൾ അപർണ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അപർണ അങ്ങോട്ട് തീർന്ന ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അപർണ ഇങ്ങനെ ഭയങ്കര ബലം പിടിച്ചിങ്ങനെ നിൽക്കുക. ഇവളെന്താ ഈ റൂമിൽ നിന്ന് നേരത്തേക്ക് നമ്മുടെ അമല് ചോദിച്ചു. ഇത് അഭിയേട്ടൻ്റെയും ജാനേട്ടൻ്റെയും മുറിയല്ലേ, പിന്നെ എന്തിനാ ഇവളിങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ എന്ത് മോഷ്ടിക്കാൻ വന്നത് ആടിയെന്നൊക്കെ നേരത്തേക്ക് അമല് ഈ അപർണയോട് ചോദിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നീ കുറച്ച് ദിവസമായിട്ട് സോപ്പിട്ട് കൂടിയതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപർണ നിൽക്കുക. പിന്നെ എന്ത് കാണിക്കാനാടി നീ ഇവരുടെ മുറിയിലേക്ക് കയറിയതെന്ന് ചോദിച്ചു. ഇവരിവിടെ ഇല്ലാത്ത സമയം നോക്കി ഇവരുടെ മുറിയിൽ കയറണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ നല്ല ഉദ്ദേശമല്ല എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം. എന്തുദ്ദേശത്തിൻ്റെ പുറത്താണ് നീ ഇവരുടെ മുറിയിൽ കയറിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടാതിരിക്കാം. അപ്പോൾ അയ്യോ, അപർണയായിരുന്നു ഇതിനകത്ത്, ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജനെ അങ്ങോട്ടേക്ക് ആ അരങ്ങങ്ങ് കൊഴിപ്പിച്ചപ്പോഴത്തേക്ക് ഇവള് നിരഞ്ജനയുടെ ഒരു നോട്ടം. നീ എന്തിനാ നിരഞ്ജനത്തെ നോക്കി പേടിപ്പിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നും നിനക്കില്ല, നീയാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്, നീ എന്തിനു വേണ്ടിയാണ് ഈ മുറിയിൽ കയറിയതെന്ന് നീ പറഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി നമ്മുടെ അമല്. ഈ സമയത്ത് ഇവളിങ്ങനെ ദഹിപ്പിച്ച് എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഭയങ്കര നിന്നയോടെ അഹങ്കാരത്തോടെ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അജയ്ക്ക് ഭയങ്കര ഒരു പുച്ഛവും ചിരിയൊക്കെ, നാണം കെട്ടല്ല, അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അജയ്ക്ക്. ഈ സമയത്ത് ഇവള് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നിൽക്കടി അവിടെയെന്നും പറഞ്ഞുകൊണ്ട് അമല് പിടിച്ചു നിർത്തി. നീ ഇതിന് ഉത്തരം കൊടുത്തിട്ട് പോയാൽ മതി, ഇവരില്ലാത്ത സമയത്ത് ഇവരുടെ മുറിയിൽ നീ എന്തിന് കയറി എന്ന് നീ വ്യക്തമായ ഉത്തരം ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ബോധിപ്പിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് അമല് പറയുമ്പോഴത്തേക്കും വീണ്ടും ഇവൾ അമലിനെ തന്നെ തുറച്ചു നോക്കുക. നിന്നോട് തുറച്ചു നോക്കാനല്ല പറഞ്ഞത്, മറുപടി പറയാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം അഭി അങ്ങോട്ടേക്ക് ചെന്നു. അഭി അങ്ങോട്ടേക്ക് വിട്ട് കളാമല്ലേ, അവളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇവളെ അങ്ങോട്ട് ഇതാക്കി. അന്നേരം അറിവില്ലായ്മ ഇവൾക്കോ, അഭയേട്ടന് എന്താ പറ്റിയത്, ഇവള് പേരും കള്ളിയാ, ഇവളെ തമ്പിയുടെ മോളല്ലേ, പേരും കള്ളിയാ ഇവള് എന്തോ കള്ളത്തരത്തിന് വേണ്ടി കയറിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അമല് പറയുമ്പം അതെ, കള്ളത്തരത്തിന് വേണ്ടി തന്നെ കയറിയതാ, പക്ഷെ കള്ളത്തരം കാണിച്ചത് ഞാനല്ല, നിന്റെ അഭിയേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അപർണ അങ്ങ് പറഞ്ഞു. അഭിയേട്ടൻ എന്ത് കള്ളത്തരം അടി കാണിച്ചെന്ന് ചോദിച്ചു. എന്നിട്ട് അഭി കൊണ്ടുവന്ന് വെച്ച ഫോട്ടോയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം. അപ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശമൊക്കെ എല്ലാവർക്കും ധാരണയായി. ഇവൾ എന്തിനും അകത്തേക്ക് കയറി. നേരത്തെ തന്നെ ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും ഇതിപ്പോൾ കുറച്ചുകൂടി അവർക്ക് ബോധ്യമായി. അപ്പോൾ അഭിയുടെയും ജാനകിയുടെയും കള്ളക്കളി കണ്ടുപിടിക്കാൻ തന്നെയാണ് താൻ അതിനകത്ത് കയറിയതെന്ന് തറപ്പിച്ചങ്ങ് പറയുക ഇവള. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് ഇവളിങ്ങനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നീയൊക്കെ ഒളിപ്പിക്കുന്ന രഹസ്യം ഞാൻ കണ്ടുപിടിക്കും, അതിനേതറ്റം വരെ പോകണമെങ്കിൽ അപർണ പോകും ഇതൊക്കെ പറഞ്ഞ അപർണ അവിടെ നിന്ന് അങ്ങ് പോയി. അപർണ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ
ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും അവൾ കാണിച്ചത് വളരെ മോശമായിപ്പോയി, അഭിയേട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൽ ഇങ്ങനെ പറഞ്ഞു. ഹേയ് വിട്ട് കളയടാ, നീ എന്താ ഈ പറയുന്നേ? അവളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതിന് നീ എന്തിനാ ഇങ്ങനെ ക്ഷമ പറയുന്നേ? അവൾ ഞങ്ങളുടെ അനിയത്തിയല്ലേടാ, അവൾ ഞങ്ങളുടെ മുറി കയറിയെന്ന് ഓർത്ത് എന്താടാ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി അങ്ങ് വിട്ടു. പിന്നെ അപർണയ്ക്കാണെങ്കിൽ ആകെ ചളിപ്പായിപ്പോയി. അപർണയാണെങ്കിൽ ആരുടെ മുഖത്തൊക്കെ നോക്കാതെ അപ്പുറം മാറിപ്പോയിന്ന് വേഗം ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുക, നടന്ന കാര്യങ്ങളൊക്കെ പറയുക, എന്നിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുക. എൻ്റെ അച്ഛ അപ്പോൾ ഫോട്ടോ എവിടെയാടി മോളെ, നീ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ നീ ഫോട്ടോ എടുക്കാത്തത്? അച്ഛാ ഞാനതിനകത്ത് കുരുങ്ങിപ്പോയെന്നും ഞാൻ ഫോൺ എടുക്കാതെയായിരുന്നു പോയതെന്നും പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനിനി ഇവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും, എനിക്ക് ആകെ നാണക്കേടായെന്നും പറഞ്ഞുകൊണ്ട് മകൾ അച്ഛനോട് പറയാം. അപ്പോൾ ആ ഫോട്ടോയിലുണ്ടായിരുന്നത് ആരാടി മോളെ? അവരുടെ അമ്മയുടെ ഫോട്ടോയാണോന്ന് ചോദിച്ചപ്പോൾ അവരുടെ അമ്മയുടെ ഫോട്ടോയൊന്നും ആയിരുന്നില്ല അച്ഛാ, അതിനകത്തൊരു ആളിൻ്റെ ഫോട്ടോയായിരുന്നു. ഇക്കാലത്തൊന്നും ജീവിക്കുന്ന ഒരാളുടെ ഫോട്ടോയല്ല, പഴയ കാലത്തുള്ള ഒരു ഫോട്ടോയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ആരുടെയോ രൂപസാദൃശ്യമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, ആരുടെയാണെന്ന് കൃത്യമായി പറയാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം തന്നെ തമ്പിക്കും കാര്യം മനസ്സിലായി അത് എൻ്റെ ആ ഫോട്ടോ തന്നെയാണെന്ന്. എൻ്റെ ഫോട്ടോ അവൻ അവിടെ കൊണ്ട് വെച്ചതാണെന്നും ഒരു കണക്കിന് മോൾക്കത് മനസ്സിലാകാതിരുന്നത് നന്നായെന്നും തമ്പി ഇങ്ങനെ പറയും. ഇനിയിപ്പോൾ ഇതിന് കൂടുതൽ ഇങ്ങനെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് കറങ്ങി ചുറ്റി അതിലേക്ക് തന്നെ വരുമെന്നൊക്കെ തമ്പി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, വിട്ട് കളയടി മോളെ, അവനൊക്കെ എന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ തമ്പി പറയുമ്പോൾ അങ്ങനെ വിട്ട് കളയാൻ എന്തായാലും ഈ അവരുടെ തീരുമാനിച്ചിട്ടില്ല അച്ഛാ. ഞാൻ അപമാനിക്കപ്പെട്ടെടുത്ത് തന്നെ എനിക്ക് തലയുയർത്തിപ്പിടിച്ച് നിൽക്കണം, അതിന് ഇതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ ആ ഒരു കാര്യമെല്ലാം ഇവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധാമണിയെയും അതുപോലെ തന്നെ ജാനകിയെയും ഒക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് രാധാമണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഫോണൊക്കെ വിളിച്ചതിന് ശേഷം ജാനകി പൊന്നുകുട്ടിയെയും കൊണ്ട് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുക. പിന്നെ അബിയും ജാനകിയും കൂടി രാധാമണിയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ ഒന്നും സേഫ് അല്ല എന്നും അപർണ ഇങ്ങനെ കുറുക്കനെ പോലെ ചുറ്റിനും നടക്കുന്നുണ്ട്, കഴുകൻ കണ്ണുകളുമായിട്ടാണ് അപർണ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ അപർണയുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഇവിടെ വെച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ പറയുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തെളിവുകളൊക്കെ ഇവിടുന്ന് മാറ്റണമെന്നും പറഞ്ഞു. അങ്ങനെ അബിയും ജാനകിയും കൂടെ ആ ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം പൊന്നുമായിട്ട് അമ്മയ്ക്കരികിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് അബി ഇതെല്ലാം വിളിച്ച് നമ്മുടെ സക്കീർ ബായിയോട് പറഞ്ഞു. സക്കീർ ബായിയും അന്നേരം പറഞ്ഞത് അവളെ വളരെയേറെ സൂക്ഷിക്കണം, തമ്പിയുടെ മോളല്ലേ, അതുകൊണ്ട് തന്നെ വളരെ വളരെ സൂക്ഷിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് അമലിൻ്റെ മുന്നിലും മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ അപർണ ഇങ്ങനെ ചൂളി വെളുത്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരു എന്താ പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അപർണ. അമലിന് കിട്ടിയ അവസരമല്ലേ, അമൽ വെറുതെ വിടുവോ? അമൽ ഇവളെ അവിടെ വിട്ട് വാരി കോരി തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ പറയാം. ഇനി അവൾ തല പൊക്കില്ല, അതേ അവസ്ഥയിലേക്കാക്കി എടുത്തു നമ്മുടെ അമലവളെ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അതങ്ങനെ അവിടെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി. ജാനകി ആണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോയി, അബി അതുപോലെ അമൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഈ അപർണയും അതുപോലെ തന്നെ പ്രഭാവതിയും മാത്രമായി വീട്ടിൽ. പ്രഭാവതിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് പിന്നെയും പ്രഭാവതിയെ പേടിപ്പിക്കാനും ഭരിക്കാനും മുപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ അപർണ. അപ്പോൾ പ്രഭാവതിയെ ഇങ്ങനെ കുറേയൊക്കെ ചെറുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ അപർണ സമ്മതിക്കുന്നില്ല. അവിടുത്തെ അടിമപ്പണി ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഇന്നലെ ഇവിടെ കിട്ടിയതിൻ്റെ തിരിച്ചടിയുടെ ആ ഒരു ഇത് ഇവിടെ ഇന്ന് പ്രഭാവതിക്ക് കൊടുക്കാൻ, അതായത് മക്കൾ ചെയ്തതിനെ അമ്മയെ അനുഭവിപ്പിക്കാനാണ് ഈ പുള്ളിക്കാരി നോക്കുന്നത്, അതായത് ഈ അപർണ നോക്കുന്നത്. എന്നിട്ട് അപർണയാണെങ്കിലുള്ള അടിമപ്പണിയെല്ലാം പട്ടിപ്പണി എടുപ്പിക്കാനായിട്ട് നോക്കുവാണ് ഈ പ്രഭാവതിയെ കൊണ്ട്. പക്ഷെ പ്രഭാവതി മടുത്തു. പ്രഭാവതി ലാസ്റ്റ് ഇവളുടെ നേരെ അങ്ങ് നിന്നു. നീ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട എന്നും പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല ചെയ്യാനെന്നും പറഞ്ഞു. നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ കിടന്ന് തുള്ളുന്നത്? കയറിപ്പോകാൻ ഒരു പോക്കടം പോലും ഇല്ലാത്തവരാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളൊരു അന്തേവാസിയെ പോലെയാണ് കഴിയുന്നത്. ഇവിടെ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കി വിടും. നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ മുത്തശ്ശിയോട് ഞാൻ എന്താ ചെയ്തതെന്ന്, അതുപോലെ തന്നെ ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല, ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകൾ സംസാരിച്ച് അതിര് കടക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണ. അങ്ങനെ അപർണയുടെ അഹങ്കാരം തലയ്ക്ക് മീതെ നിന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ അടിയായിരുന്നു നമ്മുടെ പ്രഭാവതി അപർണയുടെ ചെവിക്കൽ തീർത്തിട്ട്. നീ എങ്ങോട്ടാ കയറി പോകുന്നതെന്ന് ചോദിച്ചു. ഇതേ ജാനകിയുടെയും അഭിയുടെയും വീടാ, ഇവിടെ ഷോ കാണിക്കാനും ആളാവാനും നീ ആരുമല്ല എന്ന് പറഞ്ഞു. നീ ബിഗ് സീറോയാണെന്നും ആൾക്കാരില്ലാത്തപ്പോൾ മുറി കയറുന്നവളല്ല, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് പ്രഭാവതി തിരിച്ചടിച്ചു അപർണയ്ക്ക് നേരെ. അന്നേരത്തേനും ഇവിടെ ഭയങ്കരമായിട്ട് വയലൻ്റായി. നിർത്തിക്കോളാൻ പറഞ്ഞു പ്രഭാവതി അപർണയോട്. ഇനി നിന്റെ നാവിൽ നിന്നൊരു അക്ഷരം പോലും എൻ്റെ മുന്നിൽ വന്നേക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ നിന്റെ അടിമയായിട്ട് ഇവിടെ കിടക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല,
അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. ഇത്രയും നാൾ ഞാൻ ഈ വീട്ടിൽ നിന്നത് എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണെന്നും ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് കെട്ടും കിടക്കായിട്ട് ഇറങ്ങുക. ഇനി അവിടെ നിൽക്കില്ല. അപ്പോൾ കാരുണ്യദീപത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രഭാവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. പ്രഭാവതി അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു സമയത്ത് നമ്മുടെ ജാനകിയും കുഞ്ഞും കൂടെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ മേരിയമ്മയോട് അമ്മയെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടാണ് ജാനകി അമ്പലത്തിൽ പോകുന്നത്. അപ്പം മേരിയമ്മ നമ്മുടെ രാധാമണിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പാവം അതിൻ്റെ കണ്ണൊന്നും തെറ്റിയത് അടുക്കളയിലേക്ക് കയറിയപ്പോഴത്തേക്കും ഈ രാധാമണിയമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. അപ്പോൾ രാധാമണി അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഈ ഒരു സമയത്ത് ജാനകിയും അല്ലെങ്കിൽ നമ്മുടെ മേരിയമ്മ ഇവരാരും അറിഞ്ഞില്ല ഈ അമ്മ ഇറങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞ് അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മേരിയമ്മ വന്ന് നോക്കുമ്പോൾ ആട് കിടന്നെടുത്തൊരു പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ രാധാമണി കിടന്നെടുത്ത ഒരു അനക്കം പോലും ഇല്ല. അങ്ങനെ പിന്നെ മേരിയമ്മ വീട് മുഴുവൻ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതിലെല്ലാം തപ്പുന്നു, മുഴുവൻ തപ്പി തേടി ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ തപ്പി തേടി നടക്കുന്ന ഈ ഒരു സമയത്ത് രാധാമണി അന്വേഷിച്ചു പോയത് നമ്മുടെ പൊന്നുവിനെയാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്ന അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ജാനകി വന്നപ്പോഴത്തേക്ക് മേരിയമ്മ പേടിച്ച് പറിച്ച് ഇങ്ങനെ ഇരിക്കും. ഓടി ഇറങ്ങി ചെന്നിട്ട് അമ്മയെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എന്താ മേരിയമ്മയ്ക്ക് പറ്റിയ? മേരിയമ്മയുടെ മുഖത്ത് എന്തോ ഒരു പേടി, ഒരു വിഷമം, ഒരു ടെൻഷൻ എന്നൊക്കെ ജാനകി ചോദിക്കുമ്പോഴാണ് മേരിയമ്മ ഇത് പറയുന്നത്. മേരിയമ്മ എന്തീ പറയുന്നത്? അമ്മയെ കാണാനില്ലെന്നോ? അതാ മോളെ, ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയ നേരം കൊണ്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല, ഇറങ്ങിപ്പോയി, ഇവിടെ എങ്ങും കാണാനില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ കാരുണ്യദീപം അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാവതി ബാഗും ഒരു കുപ്പി വെള്ളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരിക. അങ്ങനെ ഇത് അന്വേഷിച്ച് വരുന്ന സമയത്താണ് യാദൃശികമായിട്ട് ആരുമില്ലാത്ത വഴിയിൽ നമ്മുടെ രാധാമണി അമ്മയെ കാണുന്നത്. രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ രാധാമണിക്ക് ഇങ്ങനെ അസുഖമുള്ളതാണെന്നൊന്നും പ്രഭാവതിക്ക് അറിയില്ലല്ലോ. ഇത് ആരാണെന്ന് പോലും പ്രഭാവതിക്ക് അറിയില്ല. പ്രഭാവതി വന്നിട്ട് നേരെ നമ്മുടെ രാധാമണി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അതെ ഈ കാരുണ്യദീപത്തിലേക്ക് പോകാനുള്ള വഴി അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ഇവർ. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പം എനിക്ക് അറിയില്ല പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോഴും ഈ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ പ്രഭാവതിക്ക് ആകെ ഒരു സംശയം, ഇതെന്താ ഇവരൊന്നും മിണ്ടാത്തത്, ഇവർക്ക് എന്താ പറ്റിയത്? പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, കുറേയൊക്കെ ചോദിച്ചു, പക്ഷേ രാധാമണി അമ്മ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രഭാവതി എന്നിട്ട് അവിടെ നിന്ന് പോവുക. പ്രഭാവതി എന്നിട്ട് അന്വേഷിച്ച് പോകാനായിട്ട് നോക്കുന്നു. അപ്പോഴത്തേക്കും ജാനകി അവിടെ അബിയെ വിളിക്കലും കഴിഞ്ഞു. നാട് നീളെ ഓടി നടന്ന് അന്വേഷിക്കാനും തുടങ്ങുവാണ്. കാരണം അമ്മ എവിടെ പോയെന്നുള്ളത് അറിയത്തില്ലല്ലോ. അങ്ങനെ ഓടി നടന്ന് അന്വേഷിക്കാനായിട്ട് ജാനകി ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ പ്രഭാവതി അമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും അതുവരെ മിണ്ടാതിരുന്ന നമ്മുടെ രാധാമണി അമ്മ പിന്നിൽ നിന്നും പ്രഭാവതി അമ്മയെ വിളിക്കുക, ചേച്ചി എന്നും പറഞ്ഞ്. അപ്പോഴേക്കും നമ്മുടെ പ്രഭാവതി അമ്മ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്താണെന്ന് ചോദിച്ചു. ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ എന്ന് രാധാമണി അമ്മ ഇത്രയും നമ്മുടെ പ്രഭാവതിയോട് ചോദിച്ചു. അപ്പം ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പ്രഭാവതി അമ്മ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. കാരണം പ്രഭാവതി അമ്മയ്ക്കും അറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. കാരുണ്യദീപത്തിലേക്ക് പോകണം, പക്ഷെ വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു ഒത്തുചേരലിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇനിയും ഒരുപാട് പറഞ്ഞു തീരാത്ത കഥകളുമായിട്ട് നമ്മുടെ ജാനകിയുടെ അബിയുടെയും വിശേഷങ്ങൾ അടുത്ത ആഴ്ച തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.